എൻ്റെ കത്തിയോ എൻ്റെ കൈ കൊണ്ട് തന്നെ ആ ഉമ്മാൻ്റെ ഒരു ജീവിതം നശിക്കാന്ന് പറയും. ഞങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത. വേറൊരു മക്കളില്ല. അന്നപ്പം പിന്നെ ഈ മുതലും സ്വത്തൊക്കെ ഓനെ ആ വീടിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറി നോക്കിയിട്ടില്ലല്ലോ. കൂട്ടൂറോട്ട് മഹർ വരെ വാങ്ങി വെച്ചൊരു ഉമ്മായിരുന്നു. ഓൻ്റെ ചികിത്സക്കാണ് മഹർ 5 പവൻ്റെ മഹർ വരെ എടുത്തു പോയത്. ഒരു മാല വരെ വാങ്ങി വെച്ചിരുന്നു. മംഗലം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മാല വരെ വാങ്ങി വെച്ചു. അതൊക്കെ ഓന് ചികിത്സക്ക് വേണ്ടി എടുത്തു പോയതാണ്. ഞങ്ങളെ നാട്ടുകാര് വാക്കുകൾ പറയാനില്ല. ഇല്ല ഇല്ല ഇല്ല. വാപ്പയില്ലാതെ മകനെ വളർത്തി വലുതാക്കി. മകൻ ഇതേപോലെ ലഹരിക്ക് അടിമയാകുന്നു. മകൻ ഉമ്മയെ നിരന്തരമായി ഉപദ്രവിക്കുന്നു. മകന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പോലും മകന് വേണ്ടി ജീവിക്കുന്നു ഉമ്മ. തന്റെ കാലം കഴിയുന്നതിന് മുമ്പ് മകനെ എങ്ങനെയെങ്കിലും ഒരു തീരത്ത് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉമ്മ. അതിനിടയിൽ സുബൈദ എന്ന് പറയുന്ന ഈ ഉമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ വരുന്നു. അതിനെയും ഉമ്മ അതിജീവിക്കുന്നു. തന്റെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും ഒക്കെ ഇടയിൽ ഈ മകന് വേണ്ടി 5 പവന്റെ മഹർ പോലും ആ ഒരു ഉമ്മ വാങ്ങി വെച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അതായത് പെറ്റ ഉമ്മയെ ഈ മകൻ ഇതുപോലെ വെട്ടി കൊലപ്പെടുത്തുന്ന അതിദയനീയമായ, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് കേട്ടതിൽ വെച്ച് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത. ലോകത്തൊരു ഉമ്മയ്ക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ഈ ഒരു ഉമ്മ എങ്ങനെയാണ് മകനെ സ്നേഹിച്ചതെന്ന് ആ നാട്ടുകാർ പറയുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായും നമുക്കേറെ വേദന തോന്നും. ഒരുപക്ഷെ സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരാറുള്ള, അതായത് മക്കളെ നോക്കാത്ത ഉമ്മ, മക്കളെ ഉപേക്ഷിക്കുന്ന ഉമ്മ, കാമുകന് വേണ്ടി മറ്റൊരു ജീവിതത്തിന് വേണ്ടി സ്വന്തം മക്കളെ ഇല്ലാതാക്കുന്ന അമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാർ, അത്തരം ആളുകളൊക്കെ ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം മക്കളെ സ്നേഹിക്കുന്ന ഉമ്മമാർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ദൈവത്തോട് പോലും ചോദിച്ചു പോകുന്നതാണ്, ഈ ഒരു ഉമ്മയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു, ഇങ്ങനെ ഒരു ദാരുണമായ ഒരു മരണം എന്തുകൊണ്ടാണ് ഈ ഉമ്മയ്ക്ക് വിധിച്ചതെന്ന് തീർച്ചയായും ആരും ചോദിച്ചേക്കാം. എന്റെ അഭിപ്രായത്തിൽ ഇതിനൊരു പ്രധാന കാരണം നമ്മുടെ ഭരണകൂടവും പോലീസും തന്നെയാണ്. അതായത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഇത്രയും അധികം ലഹരിയുടെ ഉപയോഗം നമ്മുടെ കേരളത്തിൽ കൂടിയത്, ഏറ്റവും അധികം ലഹരി ഉപയോഗം നടക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ സമീപ വർഷങ്ങളിൽ ബാംഗ്ലൂരിലെ പോലും കടത്തിവിട്ടുന്ന രീതിയിൽ ലഹരി ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചേക്കാം. ഇത്തരം കൊലപാതകങ്ങൾ ഒരുപാട് കൂടിയേക്കാം. അതിന്റെ പ്രധാന കാരണം നമ്മുടെ ഭരണകൂടത്തിന്റെയും ഈ പോലീസിന്റെയും നട്ടലില്ലായ്മയാണ്. ഈ പരമനാറികൾ തന്നെയാണ് ഇത്തരം കൊലപാതകത്തിനും ഇത്തരം സംഭവങ്ങൾക്കും കാരണമെന്ന് പറയാതെ വയ്യ. പൊതുജനത്തെ ഒരു രീതിയിലും ബാധിക്കാത്ത നിസ്സാര കേസുകളുടെ പുറകെ നടക്കുന്ന നമ്മുടെ ഭരണകൂടവും അതുപോലെ തന്നെ ഈ പോലീസ് സംവിധാനവും കാണിക്കുന്ന നാറിത്തരം, ലഹരിക്ക് തടയിടാൻ കഴിയാത്ത ഈ തെണ്ടികൾ എന്തിനാണ് ഭരിക്കുന്നത് ജനങ്ങളെ? മുക്കിന് ലഹരിയാണ്. MDMA അടക്കമുള്ള ലഹരിയിൽ മുക്കിന് നമ്മുടെ കേരളത്തിൽ ലഹരിയുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്കൂൾ കോളേജിന്റെ പരിധികളിൽ അടക്കം ലഹരി ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. പോരല്ല, പ്രത്യേകമായിട്ട് ഒരു പണിക്ക് ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ വീട്ടിൽ പിന്നെ പുറത്തേക്ക് പോകുകയാണെങ്കിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയിട്ട് തോനെയും പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന പണിക്ക് പോകും, അല്ലാതെ ജോലിക്ക് പോകും. ഇനി ഞങ്ങളെ കൂടെ പുറപ്പിനെ പോലെ വിചാരിച്ച ആൾ നഷ്ടപ്പെട്ട് ഇനി എന്താ പറയുക? ഞങ്ങൾക്കൊരു വാക്കുകൾ പറയാനില്ല. ഞാനിവിടുത്തെ കമ്മിറ്റിയിലെ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഇവിടെ ഒരു അയൽപക്ക കൂട്ടായ്മ എന്നിട്ട് കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി സെക്രട്ടറിയാണ് ഞങ്ങൾ. കമ്മിറ്റീൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ബന്ധപ്പെട്ട് നോക്കിക്ക് ആരോടും നമ്മൾ ആരെന്ത് പറഞ്ഞാലും ഓനെ അംഗീകരിക്കാൻ തയ്യാറല്ല. അതന്നെ മെയിനായിട്ട് പ്രായമുള്ളവർ പറഞ്ഞാലും ചെറുപ്പക്കാർ പറഞ്ഞാലും കമ്മിറ്റിയിലുള്ളവരെല്ലാവരും കൂടെ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഓനെ അംഗീകരിക്കാൻ തയ്യാറല്ല. എൻ്റെ കാര്യം, എൻ്റെ വീട്, എൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ളൊരു ഇതായിരുന്നു. കണ്ടാൽ ഓന് സ്കൂളൊക്കെ പോണ സമയത്ത് കണ്ടാലൊരു പാവം ഒരു മനുഷ്യനോട് മിണ്ടേ പറയുക ചെയ്യാത്തൊരവസ്ഥയിലുള്ളൊരു മക്കളായിരുന്നു. പിന്നെ വയ്യ കോളേജിലേക്ക് എത്തിയൊരു സമയത്താണ് ഞമ്മക്കൊക്കെ ആര് പറഞ്ഞാലും ഒരു ദിവസം ഈ ഗ്ലാസ് തല്ലി പൊട്ടിച്ചിട്ട് ഇവന് കയ്യിൽ ആകെ ചോരയായിട്ടാണ് വരുന്നത്. അപ്പം ഈ റോഡിൽ നേരെ മേലൊക്കെ ഓടുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും ഓടിക്കൂടി. അപ്പം സുബൈത്ത പറഞ്ഞ് മേത്തലുള്ളൊരു മോനോട് പറഞ്ഞു ഓനെ പിടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ ഈ രക്തമൊന്നായിട്ട് മുഖത്ത് ഇങ്ങോട്ട് ഞമ്മ വെള്ളം കഴുകും പോലെ മുഖമാണ് കഴുകുന്നത്. ആ ഒരവസ്ഥ ഞങ്ങൾ കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക, ഒരു ഉമ്മ ഇതൊക്കെ കാണുകയാണല്ലോ. നല്ലോണം ഉപദ്രവിക്കും, ചവിട്ടി തള്ളിടും താത്തനെ. അപ്പൊക്കെ ഞങ്ങൾ അയൽവാസികൾ ഓടിയെത്തും. ഒരുപാട് സഹിച്ചുണ്ട് സഹിക്കാം. എന്നിട്ടും എൻ്റെ മകന് എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ആ ഉമ്മ പാവം കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചും എന്നിട്ട് അവസാന ഒരു അവസ്ഥ ഈ സുബൈദ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ കല്യാണത്തിന് ശേഷം പൊടുന്നതിന് തന്നെ ഈ പറഞ്ഞ ഭർത്താവ് ഉപേക്ഷിച്ച് പോകുന്നു. അവരുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് അവർ സുഖം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. എന്നിട്ടും ഈ മകന് വേണ്ടി അവർ ജീവിച്ചു എന്നുള്ളതാണ്. ഈ പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഏത് ജോലിക്കും പോയി മകനെ വളർത്തിയെടുക്കുക, മകന് വേണ്ടി ജീവിക്കുക എന്ന് ചിന്തിച്ച ഒരു പാവപ്പെട്ട ഒരു നിഷ്കളങ്കിയായ ഒരു ഉമ്മയായിരുന്നു ഈ സുബൈദ എന്നാണ് ആ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത്. ആ ഒരു ഉമ്മയ്ക്ക് ഇതുപോലൊരു അവസ്ഥ വന്നതിൽ എങ്ങനെ നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കുക, എന്ത് തെറ്റാണ് ആ ഒരു സ്ത്രീ ഈ ലോകത്തോട് ചെയ്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നുണ്ട്. എല്ലാ ഇതായിട്ട് മോന് വേണ്ടി മാത്രം ജീവിച്ചൊരു താത്ത.
അല്ലാതെ കൂടുതൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഉണ്ടാക്കിയ കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തേക്കുന്ന ചെറുക്കൻ വണ്ടി മേടിച്ച് കൊടുത്ത് ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളൊക്കെ പറഞ്ഞാൽ വാങ്ങിച്ച് ഇപ്പോഴേ കൊടുക്കരുതെന്ന് പറഞ്ഞതാണ്. എന്നിട്ട് പോലും അതൊക്കെ വാങ്ങിച്ച് കൊടുത്ത് എല്ലാം അവന് വേണ്ടി മാത്രമേ ജീവിച്ചു. എൻ്റെ മോനെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനായിരുന്നു. എൻ്റെ ആശിക്ക് എന്നാ പറഞ്ഞു. ഇത്രയും ബുദ്ധിമുട്ടിൽ സിംഗിൾ മദറായിട്ട് നിൽക്കുന്ന ഈ ഒരു അമ്മ അവന്റെ ആഗ്രഹപ്രകാരം അവന് ചെറിയ പ്രായത്തിൽ തന്നെ വണ്ടി മേടിച്ചു കൊടുക്കുന്നു. അതായത് ഒരു ബൈക്കാണ് വാങ്ങിച്ചു കൊടുത്തതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ഈ പയ്യൻ പറയുന്നു അവന് ബുള്ളറ്റ് വേണമെന്ന്. അവന് ബുള്ളറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഉമ്മ പറയുന്നു തൽക്കാലം ബുള്ളറ്റ് മേടിക്കാനുള്ള ബുള്ളറ്റിന് 1-2 ലക്ഷം രൂപ വേണം. ബുള്ളറ്റ് മേടിക്കാൻ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് ഉമ്മച്ചി പറഞ്ഞു എന്നാണ് കരുതുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കാം പയ്യന് വലിയ രീതിയിലുള്ള ഒരു പക ഈ ഉമ്മയോട് ഉണ്ടാവാനുള്ള പ്രധാന കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് ഈ ഉമ്മ ആ സമയത്ത് ഈ പറഞ്ഞ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുന്നു, ബ്രെയിൻ ട്യൂമർ ഉണ്ടാവുന്നു, അതിനുവേണ്ടി അവർ ചികിത്സയ്ക്ക് പോകുന്നു, മരണത്തിൽ നിന്ന് അവർ കരകയറി വരുന്നു, വീണ്ടും തന്റെ മകന് വേണ്ടി ജീവിക്കുന്നു. ആ സമയത്ത് അവിടെ ചികിത്സയ്ക്ക് പോലും ഈ പറഞ്ഞ മകന് വേണ്ടി വാങ്ങി വെച്ച സ്വർണം അവർ എടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഈ മകന് വേണ്ടി വാങ്ങിവെച്ച മഹർ എടുക്കേണ്ടി വരുന്നത് മകന്റെ ചികിത്സയ്ക്ക്, മകനെ നേരെയാക്കാൻ വേണ്ടിയുള്ള ചികിത്സയ്ക്കാണ് ഈ ഉമ്മച്ചി എടുത്തത്. മകന് വേണ്ടി 100% ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ഉമ്മയായിരുന്നു ഈ സുബൈദ എന്ന് പറയുന്ന ഉമ്മച്ചി. കൂലി കിട്ടുന്ന പണിക്കാവുള്ളൂ അതുപോലെ ബുള്ളറ്റ് വേണം. അല്ലാതൊന്നും ഇപ്പം നടക്കൂല. അതിനൊക്കെ വലിയ പൈസ വേണം. അത് ഇതിനെ കൊണ്ട് കൂട്ടിയാൽ കൂലല്ലോ. അപ്പോഴേക്കും ഇവർക്കെല്ലാം സുഖമില്ലായി വന്നു. ഒരുപക്ഷെ കുറച്ച് നാളുകൾ കൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പറഞ്ഞ മകന്റെ ആഗ്രഹമായ ബുള്ളറ്റ് കൂടി തീർച്ചയായും ഈ ഉമ്മ മേടിച്ചു കൊടുക്കുമായിരുന്നു. കാരണം മകന്റെ ആഗ്രഹങ്ങൾ എന്തും പൂർത്തീകരിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഈ ഒരു ദുരവസ്ഥയിലും പ്രയത്നിക്കുന്ന ഒരു ഉമ്മയായിരുന്നു. എന്നാൽ അതുവരെ കാത്തിരിക്കാൻ ഈ മകൻ തയ്യാറായില്ല. അതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞ കണക്ക് ഈ മകന്റെ ലഹരി ഉപയോഗം തന്നെയാണെന്നാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പോഴും ഈ പയ്യൻ എവിടെ നിന്ന് ലഹരിയിൽ കിട്ടി, അല്ലെങ്കിൽ ഇതുപോലുള്ള മക്കളുമാർ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ആ നാട്ടിൽ ഇപ്പോഴും ഉണ്ടാവും. അവർക്കൊക്കെ ലഹരി എവിടെ നിന്ന് കിട്ടുന്നു, എവിടെ നിന്നാണ് ഈ ഇത്തരം MDMA പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ഇപ്പോഴും നിയമപാലകർ കണ്ടുപിടിക്കുന്നില്ല. നാളെയും ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാൻ അതിന് കാരണമാവും. സോ നിസ്സംശയം നമുക്ക് പറയാം അതിന് വളം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ നിയമ സംവിധാനവും ഭരണകൂടവും തന്നെയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ് ഇത്രയും അധികം കൊലപാതകങ്ങളും ഇത്രയും അധികം ക്രൂരകൃത്യങ്ങളും കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് പ്രധാന കാരണം ലഹരി തന്നെയാണ്. ഈ ഉമ്മയ്ക്കുണ്ടായ ഈ ഒരു അവസ്ഥ ലോകത്ത് ഒരു ഉമ്മയ്ക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇത്രയും അധികം മകനെ സ്നേഹിച്ച ഈ ദാരുണ സംഭവം എത്രമാത്രം വേദന അനുഭവിച്ചു. ഒരുപക്ഷെ മരിക്കുന്ന ആ വേളയിൽ പോലും ആ ഉമ്മ വിഷമിച്ചത്, അതായത് തന്നെ മകൻ കൊല്ലുന്നു എന്നറിഞ്ഞുമ്പം പോലും തന്റെ മകൻ ഇനി ആരുണ്ടെന്നായിരിക്കും ഒരുപക്ഷെ ആ ഉമ്മ ചിന്തിച്ചത്. അത്രയും അധികം നല്ലൊരു ഉമ്മച്ചിയായിരുന്നു സുബൈദ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു ഉമ്മയ്ക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിനെതിരെ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, ഒന്ന് ലഹരി ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ നിയമപാലകരും ഭരണകൂടവും ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ ദൈവഭക്തിയിൽ നിന്നും ഈശ്വര വിശ്വാസത്തിൽ നിന്നും വിട്ടുപോകുന്ന മക്കൾ തന്നെയാണ് ഇതിനൊക്കെ കാരണം. ഒരു പരിധിവരെ ഈ പറഞ്ഞ ഈശ്വര വിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം. ഏറെ ദുഃഖകരമായ വാർത്ത, കൂടുതലൊന്നും പറയാനില്ല.